what's up guys, my name is Jithin John. Welcome to Zbox. ഇന്ന് നമ്മളൊരു കൺസെപ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ഗ്രാവിറ്റി ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗ്രാവിറ്റി ലൈറ്റ് എന്ന് പറഞ്ഞ സംഗതി? അപ്പോൾ ഞാനും ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ പെട്ട ഒരു വെയർ ഹൗസ് എന്ന് പറഞ്ഞൊരു ചാനലാണ് നമുക്കിത് സജസ്റ്റ് ചെയ്തത്. അതായത് ആ പ്രളയമൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലങ്ങളിലും ക്യാമ്പിങ്ങിന് പോകുന്ന സ്ഥലങ്ങളിൽ അവിടെയൊന്നും നമുക്ക് ഒരിക്കലും എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇലക്ട്രിസിറ്റി കിട്ടാത്ത സന്ദർഭങ്ങളിൽ, പവർ ബാങ്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ നമുക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ചെറിയൊരു ഡിവൈസ് ആണ്. ഇങ്ങനത്തെ ഒരു ഡിവൈസ് ഓൾറെഡി ഉണ്ട്. അത് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഡിവൈസ്. നമ്മൾ അത്രയും പെർഫെക്ഷനോടുകൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ അതിന്റെ ഒരു ചെറിയ മോഡൽ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാണ്ട് നമ്മുടെ വർക്ക് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഗ്രാവിറ്റി ലൈറ്റിന്റെ സെറ്റപ്പ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്റെ പീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മരത്തിന്റെ പീസ് നമ്മളിവിടെ വേസ്റ്റ് കിടന്നിരുന്ന പീസ. അപ്പോൾ ഇതൊരു 17 ഇഞ്ച് നീളത്തിലും 7 ഇഞ്ച് വീതിയിലും ഇപ്പോൾ കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മുടെ മരം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. 17 ഇഞ്ച് നീളം 7 ഇഞ്ച് വീതിയിൽ കേട്ടോ. അപ്പൊ ഇതുമ്മക്ക് നമ്മുടെ സെറ്റപ്പുകളൊക്കെ റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് മുകളിൽ ഇങ്ങനെ തൂക്കിയിടണം. അപ്പൊ തൂക്കിയിടുന്നതായിട്ട് നമുക്കൊരു 4 ഹോൾ തുളയ്ക്കണം. ഈ കോർണറുകളായിട്ട്. അപ്പൊ ഞാനിപ്പോൾ 8 mm ഹോളുകളാണ് തുളയ്ക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ മരത്തുമ്പോൾ ഹോളുകളൊക്കെ തുളച്ചു. നമ്മുടെ പ്ലാറ്റ്ഫോം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മുടെ മോട്ടറൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഈ മോട്ടർ ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ബെയറിംഗ് സിസ്റ്റം ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാനിവിടെ നമ്മുടെ ഒരു പഴയ ഒരു സൈക്കിൾ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പഴയ സൈക്കിൾ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ബെയറിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നത്. അല്ലാന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ബെയറിംഗ് ഒക്കെ മേടിച്ചിട്ടുണ്ടാക്കാം. പഴയ സൈക്കിൾ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി. അപ്പൊ പഴയ സൈക്കിൾ നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പഴയ സൈക്കിള്. അപ്പൊ ഇതിന്റെ ഒരു ബെയറിംഗ് സിസ്റ്റം നമ്മൾ ഉദ്ദേശിക്കുന്നത് സൈക്കിൾ അവിടുന്ന് ഈ പെഡലിന്റെ ഈ പല്ലുകളൊക്കെ വരുന്ന ഈ ഒരു സെറ്റപ്പും അതേപോലെ തന്നെ അപ്പുറത്തെ ഷാഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ ബെയറിംഗ് എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് ഈ റൊട്ടേഷൻ നടക്കുന്ന ഈ ഭാഗത്ത് നമ്മൾ ചങ്ങല ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ മോട്ടർ കറക്കുന്നത്. അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലാന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബെയറിംഗ് വെച്ച് കൊടുത്ത് ഇങ്ങനത്തെ ടീത്തുകളൊക്കെ ഉള്ള ഒരു നമുക്ക് ഷോപ്പിൽ നിന്ന് പുതിയതൊക്കെ പറഞ്ഞാൽ മേടിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ പഴയതുള്ള കാരണം ഞാനിപ്പോൾ ഇവിടേക്ക് ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ മുറിച്ചെടുത്തു. നമുക്കിത് ഈ ഭാഗമാണ് വേണ്ടത്. കണ്ടില്ലേ ഈ ഒരു ബെയറിംഗിന്റെ സിസ്റ്റം പോലെ എന്ന് പറഞ്ഞത്. ഒത്തിരി ജാമൊക്കെയാണ്. ഇത് പഴയതായതുകൊണ്ട് ഇതൊന്ന് ഓയിലൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി എടുക്കണം നമുക്ക്. അപ്പൊ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഓയിലൊക്കെ കൊടുത്ത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത പ്ലാറ്റ്ഫോമിന്റെ ഭാഗം ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് വരാം. ഇനി നമുക്ക് നമ്മുടെ ഈ സൈക്കിളിന്റെ സിസ്റ്റം ഇതുമേക്ക് സെറ്റ് ചെയ്യാൻ പോണ്. അപ്പൊ ഞാൻ സെറ്റ് ചെയ്യണത് ഇങ്ങനെ ഒരു രീതിയിലാണ്. അപ്പൊ ഇവിടെ നമുക്കിപ്പോൾ ഇതിന് ഓൾറെഡി ഒരു ഹോള് പോലത്തെ ഒരു ഇടാനായിട്ട് ഒരു പ്രൊവിഷനൊക്കെ ഉണ്ട്. ഇത് എന്തോ ഒരു സപ്പോർട്ട് കൊടുത്തേണ്ട ഒരു സംഗതിയാണ്. എല്ലാ സൈക്കിളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഒരു ഹോള് തുളച്ച് ഇവിടെ നട്ട് ബോൾട്ട് ചെയ്ത് വെക്കാൻ പോണ്. ഇപ്പുറത്തെ സൈഡ് ആണെങ്കിൽ ബെൽറ്റ് ചെയ്തിട്ട് നമുക്ക് നട്ട് ബോൾട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ മരത്തിന്റെ നടുഭാഗത്ത് തന്നെയായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സംഗതി കണ്ടില്ലേ, ഇതിലേക്കൂടെയാണ് നമ്മൾ ഹോള് തുളയ്ക്കാൻ പോകുന്നത്. ഈ ഭാഗം നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഒരു എൽ ക്ലാമ്പ് വെച്ചിട്ടാണ്. അപ്പൊ എൽ ക്ലാമ്പ് ഇവിടെ വെക്കുമ്പോൾ ഇവിടേക്ക് അധികം കോണ്ടാക്ട് വരുന്നില്ല. അപ്പൊ ഞാൻ ഇതൊന്ന് പതുക്കെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കൂടുതൽ കോണ്ടാക്ട് കിട്ടുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് ഹോള് തുളച്ചതിന് ശേഷം നമുക്ക് വെൽഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ സിസ്റ്റം നമ്മളിപ്പോൾ വെറുതെ നട്ട് ബോൾട്ട് ഇട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ വെൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ നട്ട് ബോൾട്ടുകളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കോണ്ടാക്ട് വന്നേക്കുന്ന ഈ എൽ ക്ലാമ്പിന്റെ ഈ കോണ്ടാക്ട് വന്നേക്കുന്ന ഈ ഭാഗം നമുക്ക് നന്നായിട്ട് വെൽഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രാവിറ്റി ലൈറ്റിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്ന ഈ സിങ്ക്രണസ് മോട്ടർ. എന്താന്ന് വെച്ചാൽ എനർജി ജനറേറ്റ് ചെയ്യാൻ, അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന സിങ്ക്രണസ് മോട്ടറാണ്. അപ്പോൾ ഈ സിങ്ക്രണസ് മോട്ടർ നമുക്ക് ഈ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യണം. ഇതിൽ നിന്ന് വരുന്ന ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡഡ് ആയിട്ടുള്ള ഒരു ബോൾട്ട് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു ഷാഫ്റ്റ് ആണ്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു നട്ട് ഇട്ടിട്ട്, ഇതിന്റെ ഒരു നട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ലെഫ്റ്റ് ത്രെഡ് നട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നട്ടിലേക്ക് പിടിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബോക്സ് ടൈപ്പ് നട്ട് ഡ്രൈവറിന്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുമേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. എന്നിട്ട് ആ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതിലേക്ക് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് പിടിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം തന്നെ. അങ്ങനെ നമ്മുടെ ബോക്സ് പാനൽ നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. ഇതിലേക്കാണ് നമ്മുടെ സിങ്ക്രണസ് മോട്ടർ നമ്മൾ കണക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സിങ്ക്രണസ് മോട്ടറും നമുക്കൊന്ന് വെച്ച് നോക്കാം. കണ്ടില്ലേ, ഈസി ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികം ചെരിവൊന്നുമില്ല. ഇനി നമ്മുടെ ഈ സിങ്ക്രണസ് മോട്ടർ നമുക്ക് ഇവിടെ ഒരു മരത്തിന്റെ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒരു ക്ലാമ്പ് വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ സിംഗിൾസ് മോട്ടർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വെച്ച് മൾട്ടിവുഡിന്റെ പീസൊക്കെ വെച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട്, ഒരു ക്ലാമ്പ് ഒക്കെ വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഏത് രീതിയിൽ വേണം നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്കി കാണിച്ചു കണ്ടില്ലേ, നല്ല ഫിക്സഡ് ആണ്, ഒരു ജർക്കിങ് പോലും ഇല്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പവർ എടുക്കാനായിട്ട് ഒരു 2-pin ഫീമെയിൽ സോക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ഔട്ട് എടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു ലൈറ്റ് കത്തിക്കലോ ഒരു സംഗതികൾ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഇതിന് 2-pin സോക്കറ്റ് ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ നമ്മളൊന്ന് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പോകും, ഇതിന് എത്ര വോൾട്ടേജ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ഒരു LED ലൈറ്റ് കത്തിക്കാനും നോക്കുന്നുണ്ട്. ഇത് 9 വാട്ടിന്റെ 12 വാട്ടിന്റെ LED ലൈറ്റ്, പക്ഷെ അത്രയും ഫുൾ ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ കറക്കുന്ന സ്പീഡ് അനുസരിച്ച് ഒരു ചെറുതായിട്ട് ഇത്തിരി കൂളൊക്കെ കിട്ടും. അപ്പോൾ സൂര്യപ്രകാശം കാരണം ചിലപ്പോൾ LED കത്തുന്നത് കാണാൻ പറ്റില്ല. ഞാൻ എന്തായാലും ലിഡ കഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വോൾട്ടേജ് മെഷർ ചെയ്യാം. ഞാനപ്പോൾ ആദ്യം തന്നെ മൾട്ടിമീറ്ററിന്റെ പ്രോബ് ഒന്ന് നമ്മുടെ 2-pin സോക്കറ്റിലേക്ക് ഫീമെയിൽ സോക്കറ്റിലേക്ക് ഒന്ന് കടത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് കറക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 0 വോൾട്ട് എന്ന് കണ്ടില്ലേ, വോൾട്ടേജ് വരുന്നത് കണ്ടില്ലേ, 75, 84, 152 കണ്ടില്ലേ, നല്ലൊരു വോൾട്ടേജ് തന്നെ വരുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ കറക്കി കഴിഞ്ഞാൽ 337 വോൾട്ടൊക്കെ വരുന്നുണ്ട് നല്ലൊരു സ്പീഡിൽ കറക്കുകയാണെങ്കിൽ. ഇനി നമുക്കൊന്ന് ഈ LED ലൈറ്റ് ഒന്ന് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുള്ള നമുക്കൊന്ന് LED ലൈറ്റിൽ ലിഡ് ഒന്ന് മാറ്റാം, അല്ലെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. ഒരു സാധാരണ LED ലൈറ്റാണ് കണ്ടില്ലേ, ഒരു ഹോൾഡർ വെറുതെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ നമ്മുടെ ഈ 2-pin സോക്കറ്റിലേക്ക് നമ്മുടെ ഈ വയർ കടത്തി വയ്ക്കുകയാണ്. നമുക്കിനി ഇത് കറക്കാം. കണ്ടില്ലേ, അത്യാവശ്യം നല്ല പവറിൽ തന്നെ കത്തുന്നുണ്ട്. നമ്മൾ ഈ സൈക്ലിംഗ് ചെയ്യുമ്പോൾ, അത് വ്യായാമം ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെ നമ്മൾ പറയുന്നില്ലേ, അതിനൊക്കെ വെക്കുന്ന ഒരു മോട്ടറാണ് കേട്ടോ ഈ സിംഗ്രണസ് മോട്ടർ എന്ന് പറയുന്നത്. ഉണ്ടല്ലേ, നല്ല ബ്രൈറ്റ്നസ് തന്നെയുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ചാർജറൊക്കെ ചാർജ് ചെയ്യാം, വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം. ഇപ്പോൾ 3-4 ദിവസം കറണ്ട് ഇല്ലാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾക്ക് ഇത് ഉപകരിക്കും. നമ്മുടെ സിംഗ്രണസ് മോട്ടറിൽ നിന്ന് വരുന്ന വോൾട്ടേജും അതേപോലെ തന്നെ നമ്മുടെ LED ലൈറ്റ് ഒക്കെ കത്തുന്നത് നിങ്ങൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു 200-300 റേഞ്ചിലൊക്കെ നല്ല രീതിയിൽ കറക്കി കഴിഞ്ഞാൽ, അത്യാവശ്യം സ്പീഡിൽ കറക്കി കഴിഞ്ഞാൽ വോൾട്ടേജ് ഈ സിംഗ്രണസ് മോട്ടർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ മോട്ടർ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊന്നല്ല നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ലൈറ്റ് ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം മാത്രം ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലൈറ്റിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ചെയിൻ്റെ പരിപാടി, സൈക്കിൾ ചെയിൻ വെച്ചിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ഉണ്ടാകണം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇതിന്റെ തന്നെ കിട്ടിയ സൈക്കിളിന്റെ ചെയിനും പിന്നെ കുറച്ച് പഴയ ചെയിനുകളൊക്കെ കൂട്ടിച്ചേർത്ത് നല്ലൊരു ലെങ്ത്തിൽ ആക്കണം, ഒരു 2 മീറ്റർ 3 മീറ്റർ ഒക്കെ. നമുക്ക് എത്രത്തോളം സമയം കൂടുതൽ കിട്ടണോ അതിനനുസരിച്ച് ചെയിന്റെ ലെങ്ത് വരുത്തണം. അപ്പോൾ നമുക്ക് ചെയിൻ ഉണ്ടാക്കിയിട്ട് ഇതുമ്പോൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ചെയിൻ വെച്ചിട്ടുള്ള ഗ്രാവിറ്റി ലൈറ്റിന്റെ സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്ക് ഈ പെഡല് വെയിറ്റിന്റെ ഇംബാലൻസ് ഉണ്ടാക്കും. ഈ ഒരു പെഡലും അതേപോലെ തന്നെ ഈ വീലും ഒരുമിച്ച് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ നമ്മൾ സൈക്കിളിന്റെ ചെയിൻ ഉപയോഗിച്ചിട്ട് ഒരു ചെയിൻ ഡ്രൈവ് മെക്കാനിസം ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് വെറുതെ ഒരു ചെയിൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് മുകളിൽ ഹാങ് ചെയ്ത് വെക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ മുകളിൽ ഹാങ് ചെയ്യുന്ന ഒരു സാധാരണ ഒരു കയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ 4 ഹോൾ ഇട്ടുണ്ടല്ലോ, അതിൽ കൂടെ കെട്ടി ഒരു ഹാങ് ചെയ്ത് നിർത്താണ്. ഇതിൽ നമ്മൾ ഒരു വെയിറ്റ് ഇടുന്നുണ്ട്, ഈ ചെയിനിൽ ഒരു ലോക്ക് ചെയ്ത് ഒരു വെയിറ്റ് ഇടും. അപ്പോൾ വെയിറ്റ് ആയിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ കുറച്ച് മണൽ ഇട്ട് വെച്ചിട്ട് ഒരു ഹുക്ക് പോലെ ആക്കിയേക്കുന്നതാണ്. അത് സൈക്കിളിന്റെ റിമ്മിന്റെ കമ്പനി വളച്ച ഒരു ഹുക്ക് ആക്കിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചേക്കുമ്പോൾ ഇതിങ്ങനെ പതുക്കെ നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം പതുക്കെ താഴത്തേക്ക് വരും. കാരണം വെയിറ്റ് ആണല്ലോ, സാധാരണ ഇങ്ങനെ പതുക്കെ നോർമലി പതുക്കെ സ്ലോയിൽ വളരെ സ്ലോയിൽ ഇറങ്ങി വരും. അപ്പോൾ ഇതിനോട് കണക്ട് ചെയ്യുന്ന ചെറിയൊരു LED വർക്ക് ചെയ്യും. അതാണ് ഈ ഗ്രാവിറ്റി ലൈറ്റിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് Zbox എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. നമുക്ക് ശരിക്കും ഇതൊരു യൂസ്ലെസ് മെഷീൻ ആയിട്ട് നമുക്ക് തോന്നാം, കാരണം ഇതുകൊണ്ട് നമുക്കൊരു ഉപകാരമില്ലാണ്. പക്ഷേ പല രാജ്യങ്ങളും ഇതൊരു ക്യാമ്പിങ്ങിന് പോകുന്ന, അതായത് ഫോറസ്റ്റുകളിലൊക്കെ ക്യാമ്പിങ്ങിന് ഇലക്ട്രിസിറ്റി കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് സോളാറും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അവർ നല്ല രീതിയിൽ തന്നെ വിറ്റഴിക്കുന്ന ഒരു ഐറ്റമാണ്. 30-34,000 രൂപയൊക്കെ ഈ ഗ്രാവിറ്റി ലൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിന്, അതൊരു പാറ്റന്റഡ് പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുമ്പോൾ അധികം കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല, അതിനനുസരിച്ച് ഇതിന് എഫിഷ്യൻസി കുറവുണ്ട്. ശരിക്കുള്ള ഗ്രാവിറ്റി ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റോളം അത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. എത്രത്തോളം ഹൈറ്റിലാക്കുന്നോ അത്രയും തന്നെ ചെയിൻ്റെ ലെങ്ത് കൂട്ടുന്നു. അപ്പോൾ നമുക്ക് അതനുസരിച്ച് തന്നെ സമയം കൂടുതൽ കിട്ടുന്നത്. പക്ഷെ അവരുടെ നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനും വെൽ പ്ലാൻഡ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെതായ ക്വാളിറ്റി അവരുടെ ഐറ്റത്തിന് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഏകദേശം ഒരു 1.5 മിനിറ്റ് ഒക്കെ മാക്സിമം നമുക്ക് കിട്ടുള്ളൂ, അവരുടെ ഒരു 20 മിനിറ്റ് കിട്ടുമ്പോൾ. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഗ്രാവിറ്റി ലൈറ്റിന്റെ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് പറഞ്ഞതിന് വേണ്ടിയാണ് നമ്മൾ ഈ സംഗതിക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു പതുക്കെ കറങ്ങുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന വോൾട്ടേജും ഇതിൽ നിന്ന് വരുന്ന പ്രകാശമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ഒരു സംഗതി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിങ്ങനെ കറക്കിയിട്ട് ലൈറ്റ് ഒക്കെ കത്തിച്ചില്ലേ, അതേപോലെ തന്നെ നമുക്ക് മൊബൈൽ ചാർജറും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. കാരണം ഞാൻ ഇപ്പോൾ ഇതിന് ശേഷമാണ് മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി മൊബൈൽ ചാർജർ ഒരു 100 തുടങ്ങി 300 വരെ വോൾട്ടേജ് റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന മൊബൈൽ ചാർജർ ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് അല്ല, ഏകദേശം ഒരു 5 വാട്ട്സ് ഒക്കെയാണ് ഔട്ട്പുട്ട് വരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ മൊബൈൽ ചാർജറുകൾ ഫ്ലാഷ് ചാർജിങ് ഒക്കെ ആയതുകൊണ്ട് 15 വാട്ട്സ് 20 വാട്ട്സ് ഒക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സിംഗ്രണസ് മോട്ടർ 20 വാട്ട്സിന്റെ 230 വോൾട്ടിന്റെ RPM കുറഞ്ഞ
കുറഞ്ഞ ഒരു സിംഗ്രണസ് മോട്ടോർ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയൊരു കറക്കത്തിൽ തന്നെ നല്ലൊരു വോൾട്ടേജും നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിവിടെ ചെറിയ മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെതായ ഒരു പോരായ്മയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ലൈനിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ വെയിറ്റ് ഹാങ് ചെയ്ത് കാണിക്കാൻ പോകണം. അപ്പോൾ ഞാൻ വയർ ഇത് ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ LED കത്തുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ വെളിച്ചത്തിൻ്റെ ഒരു പോരായ്മയുണ്ട്, കാരണം ഇത്തിരി ഇരുട്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഹാങ് ചെയ്തതാണ്. അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു കണ്ണിയിൽ കൊളത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കത്തുന്നതായിട്ട് കാണാൻ പറ്റും, കണ്ടില്ലേ? പതുക്കെ കത്തി 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 താഴത്തേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഗ്രാവിറ്റി ജനറേറ്റർ, അതായത് സിംഗ്രണസ് മോട്ടർ നമ്മൾ കറക്കാൻ പോവാണ്. ഞാൻ കറക്കുന്ന സ്പീഡ് കണ്ടില്ലേ, വളരെ പതുക്കെ തന്നെയാണ് കറക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചാർജ് ചെയ്യുന്നത് കാണാൻ പറ്റും, വേണ്ട അടിപൊളിയായിട്ട് ചാർജ് ആവുന്നുണ്ട്. ഒരുപാട് വാട്ട്സ് ഒന്നും ഇതിൽ ഔട്ട്പുട്ട് വരില്ല, നമുക്ക് 5 വാട്ട്സ് ഔട്ട്പുട്ടാണ് നമുക്ക് വരുള്ളൂ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഗ്രൗണ്ട് ലൈൻ്റെ വീഡിയോ? അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. അപ്പോൾ ഇതൊരു യൂസ്ലെസ് മെഷീനായിട്ട് പലർക്കും തോന്നാം. ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതി കിട്ടാത്ത സന്ദർഭങ്ങളാണ്. ഇത് ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നമുക്ക് തീരെ വൈദ്യുതി കിട്ടാത്ത സന്ദർഭങ്ങളുണ്ടല്ലോ. ഇപ്പോൾ സോളാർ ആണെങ്കിലും അങ്ങനെ സൺലൈറ്റ് ഇല്ലാത്ത അവസരങ്ങൾ, ഇപ്പോൾ ഈ പ്രളയമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഗ്രാവിറ്റി ലൈറ്റും അല്ലെങ്കിൽ സിംഗ്രണസ് മോട്ടോർ ഉപയോഗിച്ചിട്ട് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. ആ സമയത്താണ് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ പെട്ട, ഇത് പ്രളയത്തിൻ്റെ ഉണ്ടാവുന്ന ഒരു സമയത്താണ് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ പെട്ട ധനുഷ് എന്ന് പറഞ്ഞ പാലക്കാട്ടുകാരനായിട്ട് 9ാം ക്ലാസ് പഠിക്കുന്ന നമ്മുടെ ഒരു ചങ്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഗ്രാവിറ്റി ലൈറ്റ് ഉണ്ടാക്കിക്കൊടുക്കും. ഞാനും ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ സംഗതി സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്തോളൂ. എങ്ങനെയാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കൺവേ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്തോളൂ. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. തൊട്ടടുത്ത ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള നല്ല നല്ല കണ്ടന്റുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ. അപ്പോൾ അടുത്തൊരു കിടലും കണ്ടന്റ് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.